ഈ തല്ലുമാലയും സുലേഖ മനസ്സിലൊക്കെ ഇറങ്ങിയപ്പോൾ DQ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഇങ്ങനെ കൊള്ളാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കലിയിലൊരു ചെറിയ ഒറ്റ ഷോട്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് നീയായിരുന്നാ എനിക്ക്, എന്നിട്ട് പുള്ളി ഇനി കാണുമ്പോൾ ശ്രദ്ധിക്കണം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അത് എന്നിട്ടിപ്പോൾ DQ എടുക്കാന്ന് പറഞ്ഞത് അതൊരു ടീമാണല്ലോ, അവരൊരു ഡിസ്ട്രിബ്യൂഷൻ ടീമാണ്. ഇപ്പോൾ DQ ഒന്നായിരിക്കില്ല അത് കണ്ട് അത് അവർ പക്ഷേ സെലക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലോകയും കൂടി വന്നതോടുകൂടിയിട്ട് അവർ കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ വിശ്വാസം പ്രതീക്ഷയൊക്കെ കൂടിയിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അവർ അതിനുശേഷം നമ്മുടെ സിനിമ ചെയ്യുന്നു എന്നുള്ളത് വേറെ തന്നെ ജോണർ, വേറെ തന്നെ സ്റ്റൈൽ മൂവിയാണല്ലോ. അപ്പോൾ അതവർ ചെയ്യാനെടുക്കുന്നു എന്നുള്ളത് അവരാണ് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. അത് ഞങ്ങൾക്കും അത് ഭയങ്കര പോസിറ്റീവായി ശരിക്കും. അതുകൊണ്ട് ആദ്യം അവരോടാണ് താങ്ക്സ്, കോയഫറിനോട്. അവന് അത്ര പൈസ ഉണ്ടോ? അല്ല അങ്ങനെ അവൻ ഇപ്പൊ ടൊവിയും ചേട്ടനൊക്കെ ഉള്ള പടം അല്ലേ? അല്ല അനൗൺസ് ചെയ്താ? അല്ല അത് ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം കരത്തില്. ഇത് അല്ലല്ല ബേസില് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് തുടങ്ങട്ടെ. തുടങ്ങട്ടെ. അനൗൺസ് ചെയ്തോ? അത് ആണോ? ഓക്കെ. അതിന് ഓഡിഷന് അടുത്ത എന്താ അവൻ അനൗൺസ് ചെയ്താ? ഞാൻ അറിഞ്ഞില്ല. അവൻ തുടങ്ങുന്നതിന് പറഞ്ഞു. ഇപ്പൊ അവസാനം കണ്ടപ്പോൾ പറഞ്ഞു അവന് പ്രൊഡക്ഷൻ ഏതാ? ഓക്കെ. അവൻ്റെ പ്രൊഡക്ഷനിൽ ഡയറക്ഷൻ വരുമെന്ന്. അവന് അതിനനുസരിച്ചുള്ള ബഡ്ജറ്റിൽ ഇതെല്ലാം നമ്മുടെ ഇതൊക്കെ ഒത്തു വരുവാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും എന്താ ഇത് ഈ 2 മാസത്തിൽ കഴിയും. 3 മാസം. അടുത്ത വർഷം കിടക്കും. അത് തിരാറ്റും ഉണ്ട്. തിരാറ്റും ഉടനെ ഇല്ല, അതിന് മുന്നേ ഒരു സിനിമ കഴിഞ്ഞിട്ട് തിരാറ്റും ഉണ്ടാവുള്ളൂ.